ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല. പിന്നീട് മഗല്ലനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് അല്ലേ? ഓ അത് ശരി. ഈ മഗല്ലനും ഗലീലിയുമൊക്കെ ഏത് വർഷത്ത് ജീവിച്ചിരുന്നവരാണെന്ന് വല്ല പിടുത്തമുണ്ടോ? ഇതാണല്ലേ നിങ്ങൾ യുക്തിവാദികളുടെ സയൻറ്റിഫിക് ടെമ്പർ. നിങ്ങളുടെ ചരിത്രബോധം സമ്മതിച്ചു തരണം. അത് വേറൊന്നുമല്ല, വളരെ ആധികാരികമായിട്ട് പൊട്ടത്തരം പറയുന്നതിനെയാണ് ഞങ്ങൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ശരി ശരി, മൊബൈലല്ലേ ഉള്ളത്, ഒന്ന് എടുത്തു നോക്ക്. ഏത് വർഷമാണ് ഫെർഡിനാൻഡ് മഗല്ലൻ മരിക്കുന്നത്? ഓക്കെ, April 27, 1521. അതെ, ഭൂമിയെ വലം വച്ച ആദ്യത്തെ പരിവേഷണ സംഘത്തെ നയിക്കുന്നതിനിടെ ഫിലിപ്പീൻസിലെ മക്താൻ യുദ്ധത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതായത് അദ്ദേഹം ഈ പറഞ്ഞ സർക്കിൾ നാവിഗേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിനിടയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുന്നു. ഇനി എന്നാണ് ഗലീലിയോ ജനിക്കുന്നത്? February 15, 1564. അതായത് മഗല്ലൻ മരിച്ച് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഗലീലിയോ ജനിക്കുന്നത് തന്നെ. എന്നിട്ടാണ് യുക്തിവാദികൾ പറയുന്നത് ഗലീലിയോ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, പിന്നീട് മഗല്ലൻ തോണിയെടുത്ത് തുഴഞ്ഞ് ഭൂമിക്ക് വട്ടം കറങ്ങി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചെന്ന്. ഇതാണ് യുക്തിവാദികളുടെ ചരിത്രബോധം. ഫെർഡിനാൻഡ് മഗല്ലൻ്റെ നേതൃത്വത്തിൽ 5 കപ്പലുകളിലായിട്ട് 270 പേര് 1519 ആ യാത്രാ സംഘം യാത്ര തുടങ്ങുന്നത്. എന്നാൽ 1522 വിക്ടോറിയ എന്ന ഒരു കപ്പൽ മാത്രമാണ് തിരിച്ചു വരുന്നത്. ബാക്കി ഷിപ്പുകളെല്ലാം അതിൽ ഒന്ന് തിരിച്ച് ഓടിപ്പോന്നു, ബാക്കി ഒന്ന് കത്തിച്ച് കളഞ്ഞു, ബാക്കിയുള്ള തകർന്നും പോയി. മഗല്ലൻ അടക്കം പലരും മരണപ്പെടുകയും ചെയ്തു. ഈ യാത്രയ്ക്ക് തുടക്കമിട്ടത് മഗല്ലൻ ആയിരുന്നെങ്കിലും മക്താൻ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. പിന്നീട് എൽക്കാനോയുടെ കീഴിലാണ് ഈ ലോകസഞ്ചാരം പൂർത്തിയാക്കുന്നത് തന്നെ. ഭൂമി ഉണ്ടതാണെന്ന് തെളിയിക്കാനൊന്നും ആയിരുന്നില്ല അവർ യാത്ര ചെയ്യുന്നത്. അതൊക്കെ അന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പകരം യൂറോപ്യൻ വ്യാപാര താല്പര്യങ്ങളെയും കോളനിവൽക്കരണത്തിൻ്റെയും ഭാഗമായിട്ട് പിന്നെ മതം മാറ്റാനായിട്ടൊക്കെ ആയിട്ട് സുഗന്ധവ്യഞ്ജന ദ്വീപുകളിലേക്ക് പടിഞ്ഞാറ് വഴി ഒരു സമുദ്രപാത കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സിൽക്ക് റൂട്ടുകൾ പോലെ ഏഷ്യയിലേക്ക് വരാൻ കരമാർഗം വഴികളുണ്ടായിരുന്നു യൂറോപ്യന്മാർക്ക്. അതുപോലെ തന്നെ അലക്സാണ്ട്രിയ എന്ന ചെങ്കടൽ വഴിയൊക്കെ വരാമായിരുന്നു. പക്ഷേ ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ വ്യാപനം മൂലം കിഴക്കോട്ടുള്ള ഇത്തരം വഴികൾ അടഞ്ഞു. അതോടെ ബർത്തലോമയോ ഡയസ് പോലെയുള്ളവർ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് കൂടി 34 ഡിഗ്രി തെക്കൻ അക്ഷാംശം കൂടി വളഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയിരുന്നു. അതിനെ അദ്ദേഹം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിക്കുകയും ചെയ്തു. പക്ഷേ ഈ ആഫ്രിക്ക ചുറ്റിയുള്ള വളരെ ദുർഘടമായിട്ടുള്ള യാത്ര ഒഴിവാക്കാനായിട്ടാണ് എന്നാ പിന്നെ പടിഞ്ഞാറോട്ട് പോയാലും കിഴക്കെത്താമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് പടിഞ്ഞാറൻ സമുദ്രപാത കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഭൂമി ഉണ്ടെന്നാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ അവർക്ക് അറിയത്തില്ലാതിരുന്നത് ഇങ്ങനെ 2 അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എത്തിയെന്ന് കരുതി ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയത്. അത് കഴിഞ്ഞ് കിഴക്കെത്താൻ പടിഞ്ഞാറോട്ട് പോയ മറ്റൊരാളാണ് നമ്മുടെ മഗല്ലൻ. അമേരിക്കൻ ഭൂഖണ്ഡം അങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ളത് മഗല്ലൻ അറിയാമെങ്കിലും എത്രമാത്രം തെക്കോട്ട് പോയാലാണ് ഈ അമേരിക്കൻ വൻകര ഒന്ന് കടന്ന് കിഴക്ക് എത്തുക എന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നില്ല. ആഫ്രിക്കൻ വൻകര ചുറ്റി വളഞ്ഞ് വരാനുള്ള മടി കൊണ്ടാണല്ലോ ഇവർ ഈ പടിഞ്ഞാറേക്ക് പോയത്. അവിടെ പടപേടിച്ച് പന്തളച്ച് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറയുന്നത് പോലെ സൗത്ത് ആഫ്രിക്കനേക്കാളും താഴെയാണ് ഈ സൗത്ത് അമേരിക്ക. പട്ടിണിയായി ചത്തുപോയില്ലെന്ന് മാത്രം അവസാനം കപ്പലിൻ്റെ അകത്തുണ്ടായിരുന്ന എലിയെ പിടിച്ചു നിന്നിട്ടൊക്കെയാണ് ഇവർ ജീവൻ നിലനിർത്തുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ തിയോളജിക്ക് യൂട്യൂബ് ചാനലുണ്ട്, മറക്കാതെ കാണുക.